ടെക് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ. അതനുസരിച്ച് നമുക്ക് എങ്ങനെ പുതിയ വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ടെക് മീഡിയയുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നൂതനമായിട്ടുള്ള ഹെൽപ്പ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നതാണ്. 1/1/2020 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ 2015 നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൻ്റെ വോട്ടർ പട്ടികയാണ് നിലവിലുള്ളത്. അതിനുശേഷം ഒരുപക്ഷെ നിയമസഭ, ലോക്സഭ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പുതിയ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. അതിനുള്ള മാർഗവും പേരില്ലാത്തവർക്ക് പേര് ചേർക്കാനുള്ള നിർദ്ദേശങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. അതിനുവേണ്ടി ആദ്യമായി ഗൂഗിളിൽ LSC ഇലക്ഷൻ കേരള എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. അതിൽ താഴെയായിട്ട് നെയിം ഇൻക്ലൂഷൻ, കറക്ഷൻസ്, ട്രാൻസ്പോസിഷൻ, സ്റ്റാറ്റസ്, സെർച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ കാണാൻ കഴിയും. സെർച്ച് വോട്ടേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് പട്ടികയിലുണ്ടോ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് മൊത്തത്തിൽ നമുക്ക് ലഭ്യമാവണമെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജില്ലയും പഞ്ചായത്തും വാർഡും പോളിംഗ് സ്റ്റേഷനും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലെ എല്ലാ വോട്ടർമാരുടെയും ലിസ്റ്റ് നമുക്കിത് ലഭ്യമാവുന്നതാണ്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമെങ്കിൽ Ctrl F അടിച്ചുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാനും കഴിയുന്നതാണ്. പട്ടികയിൽ ഇല്ല എങ്കിൽ നമുക്ക് ഹോം പേജിലെ നെയിം ഇൻക്ലൂഷൻ എന്ന ഓപ്ഷനിൽ പേര് ചേർക്കാൻ സാധിക്കുന്നതാണ്. ജില്ലയും പഞ്ചായത്തും വാർഡും പോളിംഗ് സ്റ്റേഷനും തിരഞ്ഞെടുത്ത ശേഷം മറ്റേതെങ്കിലും ബൂത്തുകളിൽ വോട്ടില്ല എങ്കിൽ നോ എന്ന് സെലക്ട് ചെയ്യുകയും നമ്മുടെ ഫാമിലി മെമ്പറുടെ ആ പട്ടികയിലുള്ള ക്രമനമ്പർ രേഖപ്പെടുത്തുകയും ചെയ്യണം. ഫാമിലിയിൽപ്പെട്ട ആരും പട്ടികയിലില്ലെങ്കിൽ അയൽവാസിയുടെ ക്രമനമ്പറാണ് നൽകേണ്ടത്. ശേഷം വോട്ടറുടെ ഡീറ്റെയിൽസ് കൊടുത്ത പോലെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് നൽകണം. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പ്രയാസമാകുന്ന പക്ഷം ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് അത് മലയാളത്തിലേക്ക് ആക്കി മാറ്റാനും സംവിധാനമുണ്ട്. അങ്ങനെയും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന കീബോർഡിൽ ഓരോ അക്ഷരങ്ങളും ക്ലിക്ക് ചെയ്തുകൊണ്ടും ടൈപ്പിംഗ് നടത്താവുന്നതാണ്. കാണുന്ന ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്യുകയും അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുകയും ചെയ്താൽ പിന്നെ രണ്ടാമത്തെ ഓപ്ഷനിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു സ്ഥലം ആണ് വരുന്നത്. അതിൽ അപ്ലോഡ് ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ഫോട്ടോ ഉള്ളത് അത് അതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. JPG, JPEG എന്നീ ഫോർമാറ്റുകളിലുള്ള 30 KB താഴെയുള്ള ഫോട്ടോകൾ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിഡ്ത്തും ഹൈറ്റും 240x320 രൂപത്തിലാവണം. താഴെ കാണുന്ന മൈനസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ കൃത്യമാക്കിയിരിക്കണം. അതുപോലെ ക്രോപ്പ് എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺഫേം ബട്ടൺ അമർത്തുക. അതിനുശേഷം അവിടെ ഒരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹിയറിങ്ങിന് ആവശ്യമായിട്ടുള്ള PDF ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ അവിടെ സംവിധാനമുണ്ട്. ആ കൃത്യമായ ഡേറ്റുകളിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പാകെ ആവശ്യമായ രേഖകൾ കൊണ്ടുപോയി ഹിയറിങ്ങിന് ഹാജരാകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു വരികയുള്ളൂ. വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്തുന്നതിനും ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് സ്ഥലമാറ്റം നടത്തുന്നതിനും സൈറ്റിൽ പ്രത്യേകം സംവിധാനമുണ്ട്.